രാഷ്ട്രപതിയുടെ അഭിസംബോധനയെ വിമർശിച്ച സോണിയാഗാന്ധി നടത്തിയ പരാമർശം വൻ വിവാദത്തിൽ. പാവം സ്ത്രീ വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും തളർന്നു എന്നാണ് സോണിയാഗാന്ധി പറഞ്ഞത്. നമസ്കാരം. നമ്മുടെ രാജ്യം മുഴുവൻ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സോണിയാഗാന്ധി പ്രസിഡന്റിനെ അപമാനിച്ചുകൊണ്ട് സംസാരിച്ച ഒരു സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റിന് ശേഷം പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്ന് പോലും അതിനൊരു മറുപടി ആയിട്ടുള്ളൊരു കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു മറുപടിയിൽ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം, പ്രസിഡന്റിന്റെ പൊസിഷനെയും പ്രസിഡന്റിന്റെ ഓഫീസിനെയും ഡിഗ്നിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സോണിയയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ഒപ്പോസിഷൻ പാർട്ടിയിലുള്ള ഒരു ലീഡർ ഇങ്ങനൊരു കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പൊ BJP നേതൃത്വം മുഴുവനായിട്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഏറ്റെടുത്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള വിവാദങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുകയാണ്. എല്ലാവരും പറയുന്നത് സോണിയാഗാന്ധി മാപ്പ് പറയണമെന്നാണ്. അപ്പൊ എന്താണ് ഉണ്ടായതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്ക് ശേഷം പാർലമെന്റിന് പുറത്തിറങ്ങിയപ്പോഴാണ് സോണിയാഗാന്ധിയുടെ വിവാദ പരാമർശം. പ്രസംഗം എങ്ങനെയുണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് പാവം വായിച്ചു തീർന്നപ്പോഴേക്കും തളർന്നു എന്ന് മറുപടി. കടുത്ത അതൃപ്തി അറിയിച്ച രാഷ്ട്രപതി ഭവൻ പ്രസംഗത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും രാഷ്ട്രപതി ക്ഷീണിതയായിരുന്നില്ലെന്നും അന്തസ്സിന് മുറിവേൽപ്പിക്കുന്നതാണ് പരാമർശമെന്നും പ്രതികരിച്ചു. മോശം ഉദ്ദേശത്തോടെയുള്ള പരാമർശം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും രാഷ്ട്രപതി ഭവൻ. രാജ്യത്തെ മുഴുവൻ ആദിവാസികളെയും പാവപ്പെട്ട ജനങ്ങളെയുമാണ് സോണിയാഗാന്ധി അപമാനിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി. आदिवासी बेटी का बोलना इनको बोरिंग लगता है। ये देश के 10 करोड़ आदिवासी भाई बहनों का अपमान है। ये देश के हर गरीब का अपमान है. രാഷ്ട്രപതിയെയും ഭരണഘടനയെയുമാണ് സോണിയാഗാന്ധി അപമാനിച്ചതെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ. രാഷ്ട്രപതി ദുർബലയല്ലെന്നും സോണിയാഗാന്ധി മാപ്പ് പറയണമെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടു. അപ്പോ നമ്മുടെ ബഡ്ജറ്റ് അവതരണത്തിന്റെ ഫസ്റ്റ് ദിവസം പ്രസിഡന്റിന്റെ വക ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. ഈ ഒരു സ്പീച്ചിന് ശേഷം വെളിയിൽ വന്നപ്പോൾ മാധ്യമങ്ങള് ഈ സോണിയാഗാന്ധിയോടും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ സോണിയാഗാന്ധിയോട് ചോദിച്ചു എന്താണ് ആ ഒരു സ്പീച്ചിനെ കുറിച്ചുള്ള അഭിപ്രായമെന്ന്. ആ അഭിപ്രായം ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു വിവാദമായ സ്റ്റേറ്റ്മെന്റ് സോണിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നുണ്ട്, രാജ്യത്തുള്ള എല്ലാ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെയും അപമാനിച്ചു, ആദിവാസികളെ മുഴുവൻ അപമാനിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു രീതിയിലേക്ക് ഞാൻ കാര്യങ്ങളെ കൊണ്ടുപോകുന്നില്ല. ആദിവാസികളെ മുഴുവനായിട്ട് അപമാനിച്ചു എന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ എന്നിരുന്നാലും സോണിയാഗാന്ധി പറഞ്ഞ കാര്യം പ്രസിഡന്റിനെ അപമാനിക്കുന്ന രീതിയിലുള്ളത് തന്നെയാണ്. എന്തായാലും സോണിയാഗാന്ധി പറഞ്ഞത് കൃത്യമായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. Repeating the same thing again and again. She could hardly speak for him. Poor lady, the president was getting very tired by the end. She could hardly speak. Poor thing. വാവ്, എന്ത് നല്ല കമന്റ് അല്ലേ. പ്രസിഡന്റിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കമന്റ് ആണ് സോണിയാഗാന്ധി അവിടെ പറഞ്ഞത്. പുവർ തിങ്. നമ്മുടെ രാജ്യത്തിന്റെ പ്രസിഡന്റിനെയാണ് പുള്ളിക്കാരി അങ്ങനെ വിശേഷിപ്പിച്ചത്. പ്രസിഡന്റ് ഭയങ്കരമായിട്ട് ടയേർഡായിപ്പോയി. ആ സ്പീച്ച് പറഞ്ഞ് ഭയങ്കരമായിട്ട് ടയേർഡായിപ്പോയി. പ്രസിഡന്റ് അങ്ങനെ സംസാരിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഹാർഡ്ലി സ്പീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റിന് സംസാരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇംഗ്ലീഷിലായിരുന്നല്ലോ സ്പീച്ച്, അത് പ്രസിഡന്റിന് സംസാരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. വലിയ ഇറ്റലിയിലൊക്കെ പഠിച്ച് കാംബ്രിഡ്ജിലൊക്കെ പഠിച്ച്, ഇറ്റലിക്കാരിയാണല്ലോ, കാംബ്രിഡ്ജിലൊക്കെ പഠിച്ചിട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ സംസാരിക്കുന്നത് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടൊന്നും ഇവർക്ക് തോന്നത്തില്ല. ഇതിലൂടെ സോണിയാഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ഫ്യൂഡൽ മനോഭാവം ഉണ്ടല്ലോ, ഒരു ധാർഷ്ട്യമുള്ള അഹങ്കാരമുള്ള ഒരു മനോഭാവം തന്നെയാണ് വ്യക്തമാകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ പ്രസിഡന്റിനെ കുറിച്ച് അങ്ങനെ വിശേഷിപ്പിക്കാൻ പാടില്ല. പുവർ തിങ് എന്ന് വല്ല വസ്തുവല്ലോ ആണോ? ശരിക്കും സോണിയാഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയുടെ പൊസിഷൻ എവിടെയാണ്? നമ്മുടെ പ്രസിഡന്റിന്റെ പൊസിഷൻ എവിടെയാണ്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആദിവാസികളെ മുഴുവനായിട്ട് അപമാനിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പ്രസിഡന്റിനെയും പ്രസിഡന്റിന്റെ പൊസിഷനെയും അപമാനിച്ചു. സോണിയാഗാന്ധി ഇരിക്കുന്ന പൊസിഷനെക്കാട്ടിലും ഒരുപാട് ഉയരെയാണ് പ്രസിഡന്റ് ഇരിക്കുന്നത്. സോണിയാഗാന്ധി നമ്മുടെ രാജ്യത്തിന് എന്ത് കോൺട്രിബ്യൂഷനാണ് നൽകിയത്? കോൺഗ്രസ് പാർട്ടിയുടെ ലീഡറായിട്ട് ഒരുപാട് വർഷം ഇരുന്നു എന്നതൊഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും സോണിയാഗാന്ധിയെ കുറിച്ച് പറയാനില്ല. ലീഡറായിരുന്നു, കോൺഗ്രസ് പാർട്ടിയുടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ ലീഡറായിരുന്നു എന്നതൊഴിച്ചു കഴിഞ്ഞാൽ നത്തിങ്. പക്ഷെ പ്രസിഡന്റിന്റെ പൊസിഷൻ എന്താണ്? പ്രസിഡന്റ് ഷീസ് ദ ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. തീർന്നില്ല, സുപ്രീം കമാൻഡർ ഓഫ് ആർമ്ഡ് ഫോഴ്സ്, ഇന്ത്യൻ ആർമ്ഡ് ഫോഴ്സിന്റെ സുപ്രീം കമാൻഡറാണ്, ഫസ്റ്റ് സിറ്റിസൺ ആണ്, രാജ്യത്തിന്റെ പ്രഥമ പൗര. അതിൽ തന്നെയുണ്ട് എല്ലാം. നമ്മുടെ പ്രധാനമന്ത്രി പോലും ബഹുമാനിക്കേണ്ട വ്യക്തിയാണ്. രാജ്യത്തുള്ള എല്ലാ ആൾക്കാരും ബഹുമാനിക്കേണ്ട പൊസിഷനിലാണ് പ്രസിഡന്റ് ഇരിക്കുന്നത്. അങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ഈ രീതിയിലുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറയാൻ ഒരു രീതിയിലുള്ള അർഹതയും സോണിയാഗാന്ധിക്ക് ആർക്കും ഇല്ല അർഹത. ഈവൻ പ്രൈം മിനിസ്റ്ററിന് പോലും ഇല്ല അങ്ങനെ ഒരു അർഹത. പക്ഷേ അങ്ങനെ പറഞ്ഞു. എന്തുകൊണ്ട് പറഞ്ഞു? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാപ്പ് പറയേണ്ട സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് പറഞ്ഞത്.
ഇപ്പം മക്കളായിട്ടുള്ള രാഹുൽ ഗാന്ധിയും കോൺഗ്രസിലുള്ള ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ തന്നെ സോണിയാഗാന്ധിയെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഡിസ്റെസ്പെക്ട് ചെയ്തല്ല സംസാരിച്ചത്, നോർമലായിട്ട് സംസാരിച്ചതാണ്, പ്രസിഡന്റ് ക്ഷീണിച്ചു പോയി എന്ന് നോർമലായിട്ട് പറഞ്ഞതാണെന്നൊക്കെ പറയുന്നുണ്ട്. പ്രസിഡന്റ് ക്ഷീണിച്ചു പൊക്കോട്ടെ, അതിനിപ്പോൾ എന്താണ്? പ്രസിഡന്റ് പറഞ്ഞ ആ ഒരു സ്പീച്ചിനെ കുറിച്ച് സംസാരിക്കാം. അതിനകത്ത് പ്രസിഡന്റ് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ അത് പറയാം, ആ കാര്യത്തിൽ യോജിക്കുന്നില്ലെന്ന് പറയാം. പകരം പ്രസിഡന്റിനെയാണ് വിശേഷിപ്പിച്ചത്, ഒരു പേഴ്സണെ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് വിശേഷിപ്പിച്ചത്. അങ്ങനെ പറയാൻ ഒരർഹതയും സോണിയാഗാന്ധിക്കില്ല. അത് തെറ്റായിപ്പോയി. അതിപ്പോൾ ആരൊക്കെ ന്യായീകരിച്ചാലും തെറ്റായിപ്പോയി. വർഷങ്ങളായിട്ട് ഒരു ലീഡറായിട്ടിരിക്കുന്ന വ്യക്തിയാണ്, ഒരു പാർട്ടിയുടെ ലീഡറായിട്ടിരിക്കുന്ന, പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങളെക്കുറിച്ചും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാം നല്ല ധാരണയുണ്ട്. ഇത്രയും പ്രായമായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് സോണിയാഗാന്ധിക്ക് അറിയാം. പക്ഷേ പിന്നെയും എന്തുകൊണ്ട് പറഞ്ഞു? അതാണ് ചോദ്യം. എന്തുകൊണ്ട് പറഞ്ഞു? ഇവൻ പ്രസിഡന്റിനെക്കാട്ടിലും രാഷ്ട്രീയത്തിൽ എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെ പറയാൻ പാടില്ലെന്ന് അറിയാമായിട്ടും സ്വന്തം ധാർഷ്ട്യം, സ്വന്തം അഹങ്കാരം, ഞാൻ എന്തോ വലിയൊരു സംഭവമാണ്, ഞാൻ എന്തോ വലിയ ആളാണ്, പ്രസിഡന്റിനെക്കാട്ടിലും ഉയർന്ന ആളാണ് ഞാൻ, എനിക്ക് ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം, എനിക്ക് നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്, എനിക്കൊരിക്കലും ടയേർഡ് ആവത്തില്ല, ഞാനൊരിക്കലും ടയേർഡ് ആവത്തില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വെച്ച്, മനോഭാവം വെച്ച് ആ ഒരു അഹങ്കാരമാണ് അവിടെ പ്രകടമാക്കിയത്. ഫ്യൂഡൽ മൈൻഡ് സെറ്റ് എന്ന് തന്നെ പറയാം, ഒരു മാടമ്പിത്തരം. അത് ശരിയായില്ല. പ്രസിഡന്റിനെ അപമാനിക്കുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തത്. ഒരിക്കലും ആരുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകാൻ പാടില്ല. പുവർ തിങ്, ഒരു പാവപ്പെട്ട ഒരു വസ്തു, അല്ലെങ്കിൽ ഒരു ലേഡി, ഒരു സ്ത്രീ എന്ന പോലെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റത്തില്ല. അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റോടു കൂടി മാത്രമേ പ്രസിഡന്റിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റൂ. പ്രസിഡന്റിനെ കുറിച്ച് നമുക്ക് ആർക്ക് സംസാരിക്കാൻ പോലും ഒരു അർഹതയില്ല. എന്നിട്ടാണ് ഇവരിങ്ങനെ പറഞ്ഞത്. അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു കാര്യമല്ല, മാപ്പ് പറയേണ്ട കാര്യം തന്നെയാണ്. പൊതുസമൂഹത്തോട്, ഇന്ത്യൻ സമൂഹത്തോട് അവർ മാപ്പ് പറയണം. അവരുടെ വായിൽ നിന്ന് അറിയാതെ വന്നതാണെങ്കിലും, അവരറിയാതെ ചിലപ്പോൾ പറഞ്ഞതായിരിക്കാം, ചിലപ്പോൾ അവരുടെ ദേഷ്യം കൊണ്ട്, അവരുടെ ആ ഇതും കൊണ്ട് പറഞ്ഞതായിരിക്കാം. എന്തായാലും തെറ്റായിപ്പോയി. എന്ത് പ്രകോപനത്തിന്റെ പേരിലാണ് അങ്ങനെ പറഞ്ഞതെങ്കിലും തെറ്റായിപ്പോയി. ഇപ്പൊ അവർ പറയുന്നു രാഷ്ട്രീയക്കാരായിക്കോട്ടെ, ഇപ്പൊ BJP നേതൃത്വം, മാധ്യമങ്ങളൊക്കെ തന്നെ അതിനെ വളച്ചൊടിക്കുമായിരുന്നു. ഒരിക്കലുമല്ല. അവരിറങ്ങിയപ്പോൾ അതിന് ചുറ്റും മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു, ക്യാമറയുമായിട്ട് മാധ്യമങ്ങൾ നിൽക്കുമായിരുന്നു എന്ന് അവർക്കറിയാം. മാധ്യമങ്ങളുടെ മുമ്പിൽ എന്ത് പറയാം, എന്ത് പറയാൻ പാടില്ല എന്നും അവർക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. എന്നിട്ടും അവർ പറഞ്ഞു. അവർ പറഞ്ഞ കാര്യം അതേപോലെ തന്നെയാണ് മാധ്യമങ്ങൾ പറയുന്നത്. പ്രസിഡന്റിനെ പുവർ തിങ് എന്ന് വിളിച്ചു. അല്ലാതെ ഒരു രീതിയിലും വളച്ചൊടിച്ചിട്ടില്ല ആ സ്റ്റേറ്റ്മെന്റ്. അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്, രാജ്യം മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആരും വളച്ചൊടിച്ചതല്ല. പിന്നെ ഒപ്പോസിഷൻ പാർട്ടിയിലുള്ള ആൾക്കാർ, BJP പാർട്ടിയിലുള്ള ആൾക്കാർ അതിനെ വളച്ചൊടിക്കുന്നു എന്ന് പറയുന്നു. ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് അവർ ഇട്ട് കൊടുത്തത് കൊണ്ടല്ലേ. അവർ പറയാത്ത കാര്യമല്ലല്ലോ ഇവർ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുന്നത്. പറയാത്ത കാര്യത്തെക്കുറിച്ചിട്ടല്ലല്ലോ ഇവർ ഈ രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആദിവാസികളെ മുഴുവൻ അപമാനിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എനിക്ക് തോന്നിയില്ല. ആദിവാസി സമൂഹത്തെ മുഴുവനായിട്ട്, ട്രൈബൽ കമ്മ്യൂണിറ്റി മുഴുവനായിട്ട് അപമാനിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എനിക്ക് തോന്നിയില്ല. പക്ഷേ പ്രസിഡന്റ് ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളൊരു വ്യക്തി ആയതുകൊണ്ടായിരിക്കും അവർ ആ രീതിയിൽ വളച്ചൊടിക്കുന്നത്. അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പ്രസിഡന്റ് എന്ന് പറയുന്ന വ്യക്തിയെ, ഇൻഡിവിജ്വലിനെ, ഇന്ത്യയിലെ പ്രസിഡന്റിനെ അപമാനിച്ചു. ആ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അവർ മാപ്പ് പറയുക തന്നെ ചെയ്യണം.